ഹേയ് മൈ ബ്യൂട്ടിഫുൾ ബഡീസ്. ഇന്ന് നമ്മളെ മൈസൂർ പോയതിന്റെ പാർട്ട് 2 ആണ് കേട്ടോ. നമ്മൾ പിന്നെ അവിടുന്ന് നേരെ പോയത് തന്നെ അവിടെയുള്ള ഒരു ചെരുപ്പത്തിന്റെ അടുത്തേക്കാണ്. അവിടെ സിനിമ ഇറങ്ങിയപ്പോ തന്നെ കാല് കുത്തിയപ്പോ തന്നെ ചെരുപ്പാട്ട് പൊട്ടി. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞപ്പോ നേരെ ഒരു ഊബർ ബുക്ക് ചെയ്തെങ്ങാണ്ട് സൂലേക്കാട്ട് വിട്ട്. ഇവിടുത്തെ ഗേറ്റ് എന്നും പറഞ്ഞെങ്ങാണ്ട് ഇങ്ങനെയാണ് കൊടുത്തതെന്നുണ്ടെങ്കിലും നമ്മൾ ശരിക്കുള്ള എൻട്രൻസ് അണ്ടർഗ്രൗണ്ട് കൂടെ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തെങ്ങാണ്ട് അവിടെ എത്തി. അവിടേക്കാട്ട് കയറി നോക്കിയപ്പോ തന്നെ ഫസ്റ്റ് തന്നെ മയിലാണ്. മയിൽ നമ്മളെ കണ്ടതിനെ കൊണ്ട് ഇരിക്കും നേരെ പീലി അങ്ങോട്ട് വിടർത്തി കാണിച്ചെന്ന്. പിന്നെ നമ്മളവിടെ കുറേ പക്ഷികൾ കണ്ട്. പക്ഷികൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്കിതിൻ്റെ ഒന്നും പേര് ഓർമ്മയില്ല, പക്ഷെ കുറേ എണ്ണത്തിനെ കണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടക്കുമ്പോഴാണ് അവിടെ കുറേ പൂക്കളുണ്ട് നിലത്ത് കൊണ്ട് നടക്കണം. അങ്ങനെ സാറ് പെറുക്കുകയാണ്. പിന്നെ നമ്മൾ കണ്ടത് കാട്ടിലെ രാജാവായ സിംഹത്തിനാണ്. അങ്ങനെ തന്നെ അല്ലേ? അത് സിംഹത്തിനാണ് കണ്ടത്. ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഈ കുരങ്ങന്റെ വിഭാഗത്തിൽപ്പെട്ട എന്തോ സാധനമാണ്, എനിക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ല. പിന്നെ അടുത്തത് നമ്മള് ടൈഗർ. ഇതൊരുമാതിരി ഇതിന്റെ ഉള്ളിൽ പോയി കണ്ട് ഒളിച്ചിക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോണത് ഒരു കുരങ്ങന്റെ സെക്ഷനിലേക്കാണ്. ഈ കുരങ്ങൻ എന്ന് പറയുമ്പോൾ എനിക്കൊരുമാതിരി തെറി പോലെ തോന്നുന്ന സോമങ്കി. ഈ ചിമ്പാൻജി ഒരുമാതിരി ആദ്യത്തിന്റെ മുകളിൽ കയറുന്നത്. പിന്നെ നമ്മളൊക്കെ നോക്കണപ്പോൾ ഒരുമാതിരി ഷൈ ആയിട്ടാന്ന് തോന്നുന്നത്. അവിടെ പോയി കണ്ട് ഒളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ നല്ല കുട്ടിയായിട്ട് അവിടെ ഇരിക്കുകയും കേട്ടോ. ഓരോന്നിനും ഓരോരോ സ്വഭാവമാണ്. ഇത് ഈ സാധനം വട്ടം മൊത്തം ഇങ്ങനെ കറങ്ങിക്കൊണ്ട് കഴിഞ്ഞു. പിന്നെ കറങ്ങി തല വെട്ടിയിട്ടാണോ അറിയില്ല അതിന്റെ മുകളിൽ കയറിങ്ങാണ്ട് കുത്തിരിക്കുക കഴിഞ്ഞത്. ഇതാണ് എക്സ്ട്രീം ലെവൽ ചിമ്പാൻസി. ഇത് നമുക്ക് പോസിറ്റായിട്ടാണ് തപസ്സിരിക്കുന്ന വരി ഇരുന്നിട്ട്. ഇതാണല്ലോ നിലത്തൊന്നല്ലുള്ളത്, മരത്തിന്റെ മുകളിൽ കയറി കുത്തിരിക്കുകയാണ്. ഈ സാധനത്തിന്റെ പേര് എനിക്ക് അന്നേരം ഓർമ്മ ഉണ്ടായിരുന്നു, ഇപ്പൊക്കെ ഓർമ്മയില്ല, മറന്നുപോയി. ഈ കുരങ്ങൻ പാവം മറ്റേന്റെ മൈരി ആവാൻ വേണ്ടിയിട്ട് മരത്തുമ്മ കയറാൻ തോന്നണ കഷ്ടപ്പെട്ട് പറ്റി പിടിച്ച് കയറുന്നുണ്ട്. പിന്നെ നമ്മളെ സീബ്രനെ കാണാൻ തോന്നാല് പ്രത്യേക ഭംഗി. നമ്മളെ കുരങ്ങന്റെ മങ്കീന്റെ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ടാ. അതിന് ബിയറാണ്. പിന്നെ അവിടെ ഒരു വാട്ടർ ഫൗണ്ടൈൻ ഒക്കെ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. എന്നെ സാറ് പറഞ്ഞ മാതിരി ഇത് മാനാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മളെ ആനാണ്. ആന ഒന്നായിട്ട് ഒരുമാതിരി നിറച്ച മാതിരി ആയി പോയിക്ക്. ഇനി നമ്മൾ ഇതിന്റെ പുറത്തെത്തണേൽ 1.4 കിലോമീറ്റർ നടക്കണം. ഇതൊരു സംഭവത്തിന്റെ ഉള്ളിലാണ്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഈ മുള്ളപ്പന്നി അങ്ങനെ എന്തൊക്കെയോ സാധനത്തിന് വെച്ചതാണ്. അതിന്റെ ഉള്ളിലാണെങ്കിൽ ഒരുമാതിരി സ്മെല്ലും ഇനിയും. ഇത് എന്തോ ഒരു സാധനമാണ് നിങ്ങൾക്ക് കാണാതെ അവിടെ ഇങ്ങനെ കുത്തനക്കണത്. ഇതൊരു ബിയറാണ് കേട്ടാ. അപ്പം അത്രേ ഉള്ളൂ. ബാക്കി സൂവിന്റെ വീഡിയോ പാർട്ട് 3 വരും. അപ്പം എല്ലാവരും പോയി കാണുക. ബൈ ബൈ.